What a divine start to our episode. ശരിക്കും നമ്മുടെ പുലികളൊക്കെ തകർത്തില്ലേ? അതെ. That was Anil. That was Anil. Anil on the flute. Flute. Sudhendu on the electric guitars. Srikumar. Srikumar on the bass guitar. Shinu on the keyboard. Jayan Jetan on the tabla. Hari on the tabla. Suni on the percussion. Yes. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ അവരും ഫുൾ ഫോമിലാണ്. ഇവരും എന്നും ഫോമിലാണ്. എന്നാലും നമുക്ക് ഇതേപോലത്തെ പുതിയ പുതിയ പാട്ടുകളുമായിട്ട് അല്ലേ തുടങ്ങാല്ലേ ഇടയ്ക്കിടയ്ക്ക് അല്ലേ? പിന്നെ അവര് റെഡിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയാ ഫ്ലൂട്ട് നല്ലൊരു മെലഡി വായിച്ചോണ്ടിരിക്കുമ്പോ നീ എന്ത് ഡാൻസ് കളിച്ച് രജിത്ത്? ഞാനോ? അത് ബ്ലെൻഡ് ഉള്ളതാ. ഞാനോ? നല്ല ഒരു ബൈക്കറിന്റെ ഒരു കോട്ടൊക്കെ ഇട്ട് അത് ഡ്രസ്സിന്റെ അത് ഒരു ഡ്രസ്സിനനുസരിച്ച് അവൻ ഡാൻസ് ചെയ്താണ്, പാട്ടിനനുസരിച്ചല്ല. ഞാൻ ജസ്റ്റ് താളം കൊടുത്തില്ലുള്ളൂ. ഇങ്ങനെ താളം കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ നോ 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 അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ലായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, എനിക്ക് അഞ്ജലിയുടെ സാരി ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമുണ്ട് അഞ്ജലി, നല്ല രസമുണ്ട്. അഞ്ജലി സാരി കടയിൽ തുടങ്ങിയോ? പക്ഷെ അത്രയും കഷ്ടപ്പാടെന്ന് തോന്നുന്നു. എന്ത് ഭാവിയിൽ തുടങ്ങുന്നുണ്ടോ? വേണമെങ്കിൽ തുടങ്ങാലോ. ഓഹോ ശരി. അപ്പൊ നമ്മുടെ ഈ ഡിവൈൻ സ്റ്റാർട്ട് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ പുലികൾ ഓർക്കസ്ട്രനെ വെൽക്കം ചെയ്തുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് എപ്പിസോഡ്. വെൽക്കം ടു സൂപ്പർസ്റ്റാർ ജൂനിയർ powered by Norapara, co-presented by Nandanam Sanitaries and our lovely judges Vijay Chetta, Sujata Chechi and Stephen Chetta. അഞ്ജലി, Yes. നമുക്ക് തുടങ്ങാം നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ്. തുടങ്ങാം. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സുജാത ചേച്ചി ഇടുന്ന മാർക്സ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എല്ലാ പെർഫോമൻസും കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുള്ളൂ. നമ്മളെല്ലാ സെമി ഫൈനൽ സ്റ്റേജും കഴിഞ്ഞ് അവസാനം ഒരു സർപ്രൈസ് ആയിട്ട് അറിയുള്ളൂ. യെസ്. അപ്പൊ ആ സർപ്രൈസും സസ്പെൻസിനും വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. സോണിക. സോണിയക്കുട്ടി ഭയങ്കര നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സുന്ദരിക്കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഭയങ്കര എന്താ പറയാ നിഷ്കളങ്കതയാണല്ലേ വരുമ്പോ തന്നെ. അയ്യോ പാവം കുറുമ്പൊക്കെ ഉണ്ട്. ഉണ്ടോ? നിങ്ങൾ രണ്ടുപേര് എല്ലാരെ പറ്റി നിങ്ങൾ രണ്ടുപേരും ഇത് തന്നെയാണല്ലോ പറയണേ. എല്ലാരും ഇവിടെ വരുമ്പോ ഭയങ്കര പാവങ്ങളാണ്. ഇപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ വിജയ് ചേട്ടനും സ്റ്റീഫൻ ചേട്ടനും വെച്ചാൽ ഓൺ സ്ക്രീൻ ഭയങ്കര കുറുമ്പാണ്, ജീവിതത്തിൽ പാവങ്ങളാണ്. അയ്യോ അല്ല, നോ നോ നോ, അത് തെറ്റിദ്ധാരണ മാത്രം. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. ഓൺ സ്ക്രീനിൽ കുറുമ്പാണ്, ഓൺ സ്ക്രീനും തെറ്റിപ്പോയി. ഒരു ഉമ്മല്ലേ ജീവിച്ചു പോട്ടെ. ഓക്കെ, അപ്പൊ റൗണ്ടിലേക്ക് കിടക്കാം. ഏത് റൗണ്ടാണ് മോളെ? പാട്ട് ഏതാണ്? ഫാൻസ് ആൻഡ് ഓഡിയൻസ് ചോയ്സ്. അപ്പൊ ഫാൻസ് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം. മോളുടെ പേരെന്താണ്? രേഷ്മ. രേഷ്മ എന്ത് ചെയ്യുന്നു? ബിടെക്കിന് പഠിക്കുന്നു. ആണോ? എവിടെ? ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ, കൊല്ലത്തുനിന്ന് വരുന്നത്. ഓക്കെ, ഏത് ബ്രാഞ്ചാണ് പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. അപ്പൊ സോണിക്കുട്ടിയുടെ പാട്ട് കേൾക്കാറില്ലേ? ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? സോണി പാടിയതില് നെഞ്ചുക്കുള്ളേ കടൽ ഫിലിമില്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് സോണിയക്ക് വളരെ ടഫ് ആയിട്ടുള്ള പാട്ടാണോ ഈസി ആയിട്ടുള്ള പാട്ടാണോ എന്താണ്, എങ്ങനെയാണ്? കുഴപ്പമില്ലാത്ത സോങ് ആണ്. ഓക്കെ, ഏതാണ് പാട്ട്? മഴ ഫിലിമിലെ വിണ്ണോട് മേളച്ചത്തം എന്ന. ഓക്കെ, അപ്പൊ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? ചിത്ര ചേച്ചി കൽപ്പന മാമും കൂടെ. അതെ, യെസ്. അപ്പൊ റെഡി അല്ലേ? തകർക്കണം. ഓക്കെ, അപ്പൊ നന്നായി കുറച്ച് മൂവ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. விண்ணோடு மேளச்சத்தம் என்ன, மண்ணோடு சின்ன தூரல் என்ன, எங்கேதான் சென்றாயோ இப்போது வந்தாயோ, சொல்லாமல் வந்தது போல் நில்லாமல் போவாயோ, தப்பாமல் வேண்டும் சந்திப்பாயோ, நீ வரும்போது நான் மறைவேனா, நீ வரும்போது நான் மறைவேனா, தருகிடத்தா விண்ணோடு மேளச்சத்தம் என்ன, மண்ணோடு சின்ன தூரல் என்ன.
ചേട്ടാ ശ്ശോ, ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നല്ലോ. യെസ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു. ഇവൻ ദ ഡാൻസേഴ്സ് എൻജോയിങ്. അവർ ഭയങ്കരമായിട്ട് മാത്രമല്ല സോണിക്ക ഫുൾ ഓൺ ആയിരുന്നു അല്ല, ഡാൻസും എന്തൊക്കെയായിരുന്നു. അതെ. അപ്പൊ നമുക്ക് കമന്റ്സ് കേൾക്കാം. കേക്കാം. സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. സോണിക കാലക്കി. ആഹാ, താങ്ക് യു മാം. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. ഡാൻസും പാട്ടും കൂടെ ശരിക്കും ഇവരെ മേർജ് ചെയ്ത് വന്നു. ഒരു ചമ്മലൊന്നും അധികം ഉണ്ടായിരുന്നില്ല എന്ന് ഡാൻസ് ചെയ്യാനും. പക്ഷെ പാട്ട് അത് എഫക്റ്റഡ് ആയില്ല ഡാൻസ് ചെയ്തപ്പോഴും. ശ്രുതിയൊക്കെ നല്ലതായിരുന്നു. ആ മുത്തമഴയൊക്കെ ഭയങ്കര കീച്ചി മേലെയാണ്. അതൊക്കെ രസമായിട്ട് പാടി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ കാല് വെള്ളം തട്ടണേ, അത് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. താങ്ക് യു മാം. ഈ പാട്ട് ശരിക്കും നമ്മൾ സാധാരണ ഇരുന്ന് പോകാൻ പറ്റിയ പാട്ടാണ്. ശരിക്കും പാടിയില്ലെങ്കിൽ ഭയങ്കര ഫ്ലോപ്പ് ആവും. പക്ഷേ മോളത് അത്ര നല്ലോണം പാടിയതുകൊണ്ട് അത് നല്ല രസമായിരുന്നു. വിഷ്വലി ആ ഇതിൽ സീനിലും കൂടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കര രസമാണ് പാട്ട്. തന്നെ സ്റ്റേജിൽ പാടി രസമാവാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് യു ഡിഡ് യുവർ ബെസ്റ്റ്. വെരി ഗുഡ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. സോണിക്ക, ചേട്ടാ ഐ തിങ്ക് ഓവറോൾ കൊറിയോഗ്രാഫിയും ഒക്കെ നല്ല രസമായിരുന്നു. ഇത് ആണുങ്ങൾ സപ്പോർട്ട് ചെയ്തത്, അവർ ഡാൻസേഴ്സ്. ആൻഡ് അതിൻ്റെ കൂടെ മോളും ആ ഡാൻസ് ഒക്കെ പഠിച്ച് ഒരുമാതിരിയൊക്കെ നല്ല ഗ്രേസ്ഫുള്ളായിട്ട്, ഒരുമാതിരി നല്ല നന്നായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് തന്നെ ചെയ്തു. ആൻഡ് എസ്പെഷ്യലി സുജാ ചേച്ചി പറഞ്ഞ പോലെ എന്താണ് ആ വെള്ളത്തിൻ്റെ ആ ഒരു സ്റ്റെപ്സ്, വെള്ളച്ചാട്ടമല്ല വെള്ളത്തിൽ ചാടുന്നത്, ആ ഒരു സ്റ്റെപ്സ് ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. വെരി ഗ്രേസ്ഫുൾ. ആൻഡ് യുവർ സിംഗിങ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു കാര്യം എന്ന് വെച്ചാൽ അത്രയും കിടന്ന് ചാടിയിട്ടും ആൻഡ് കുറേ ബ്രെത്ത്ലെസ് ആണ് ശരിക്കും പറഞ്ഞ സോങ്. ഇങ്ങനെ പോകും ലാസ്റ്റിലൊക്കെ കുറച്ച് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ബട്ട് യു സ്റ്റിൽ ഹെൽഡ് ഇറ്റ് ടുഗെദർ ആൻഡ് യു സ്റ്റിൽ സാങ് പിച്ച് ഔട്ട് ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് തന്നെ പാടി. സോ വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. സോണിക ചേട്ടാ രണ്ടും കൽപ്പിച്ച അവസാനം ഫുൾ കോറിയോഗ്രാഫി ഒക്കെ ഇട്ട് തകർത്തു. ഇതൊക്കെ ഒരു 5 എപ്പിസോഡ് മുന്നേ ഞങ്ങൾക്കൊന്ന് കാണിക്കായിരുന്നില്ലേ ഇങ്ങനത്തെ ഒക്കെ പുതിയ ഐറ്റംസ് ഒക്കെ? ഭയങ്കര ഫിലിമിൽ ആക്ട് ചെയ്യണ മാതിരിയൊക്കെ ചെയ്തു. കറക്റ്റ് ആ താളത്തിൽ ആ വെള്ളം പോണതിൻ്റെ എല്ലാ താളം കാണിച്ചു. സൂപ്പറായിട്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ. പിന്നെ ചിത്ര ചേച്ചിയുടെ ഒരു നല്ല സോങ് കൊടുത്തതിൽ നന്ദി. നന്നായി പാടി കേട്ടോ. സൂപ്പർ. ഇനി എത്ര പാട്ടുണ്ട്? ഇനിയൊരു പാട്ടുണ്ട്. ആ അപ്പൊ ശക്തമായി നിന്നോ. ഓൾ ദ വെരി ബെസ്റ്റ് ചക്രേ. ഓക്കേ, താങ്ക് യു ചേട്ടാ. അപ്പൊ നമുക്ക് മാർക്ക് അറിയാം. മാർക്സ്. ഓക്കേ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. ചേട്ടാ 8. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. താങ്ക് യു ചേട്ടാ. 16. And സുജാത ചേച്ചിയുടെ മാർക്സ്. ചേച്ചി ഓക്കെ റെഡിയാണ്. മാർക്സ് എഴുതിയിട്ടുണ്ട്. ആ. ഞാൻ ഈ ആമാടപ്പെട്ടിയിൽ ഇടുന്നു. അത് ഈ ബോക്സ് ലേലത്തിന് വെക്കുന്നു കേട്ടോ. സത്യം. അത് അങ്ങനെയാണെങ്കിൽ കോടികൾ ഇവിടെ നിന്ന് മുടക്കുന്നതായിരിക്കും. അത്രയും റെഡിയാണ് എല്ലാവരും അത് മേടിക്കാൻ. ഓക്കെ, അപ്പോ സുജാത ചേച്ചിയുടെ മാർക്ക് നമുക്ക് എന്തായാലും അറിയാൻ പറ്റില്ല. ഭദ്രമായ ബോക്സിന്റെ ഉള്ളിലുണ്ട്. എല്ലാം കഴിഞ്ഞ് അടുത്ത പെർഫോമൻസും സെമി ഫൈനലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയും. ഓക്കെ, പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിപ്പോ ജഡ്ജസ് ഒക്കെ അറിഞ്ഞു. ഇനി ഒരാളുടെയും കൂടി ചോദിക്കണ്ടേ? ആ യെസ്, രേഷ്മ പാട്ട് സെലക്ട് ചെയ്ത നമ്മുടെ രേഷ്മക്കുട്ടി സോണികയുടെ ഫാൻ കൂടിയാണ്. യെസ്, പറയൂ രേഷ്മ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. സോണി പൊളിച്ചു. പൊളിച്ചു. അത് ശരി. അപ്പൊ എന്തായാലും ഇതേപോലെ യു ഹാവ് ടു കീപ് സപ്പോർട്ടിങ് ഹർ. യെസ്. സോണിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റ് ഉണ്ട്. വരൂ. തീർച്ചയായും കൊണ്ടുപോകുമ്പോ അതിന്റെ പകുതി ഇവിടെ വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? അങ്ങനെയല്ല, അല്ല ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് ആദ്യം. അതെ, ഇവിടെ ഡ്യൂ ടു സേഫ്റ്റി റീസൺസ് ആദ്യം ആ ഗിഫ്റ്റ് ആക്ച്വലി ഞങ്ങളെ ഏൽപ്പിക്കണം എന്നാണ്. ശരിയാ, ഞങ്ങളത് സേഫ് ആക്കി വെച്ചോളാട്ടോ. കാരണം എന്താ പറയാ, നിങ്ങൾ ഞങ്ങൾക്കാണല്ലോ തരുന്നത്, അതുകൊണ്ട് നിങ്ങൾ സേഫ് ആക്കി വെച്ചോ. ഓക്കെ, അപ്പൊ മോള് വരൂ. കുറേ ഫാൻസ് ഉണ്ട് സോണിക്ക്. ഇപ്പൊ എല്ലാവർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കൊല്ലത്തുള്ള സോണിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് ഹർ. ഗിഫ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കണമായിരുന്നു. തുറക്കണോ? ഓഹോ, ഓഹോ, വെറുതെ അല്ല. ആഹാ,
നൈസ് വെരി ഗുഡ്. വെരി നൈസ്. ഇത് സോണിക്ക് തന്നെ വെച്ചോട്ടോ, എനിക്ക് വേണ്ട. സോണികയുടെ ഒരു എന്താ പറയാ സോണിക്കയുടെ ജേർണി അല്ലേ, മ്യൂസിക്കൽ കരിയർ ജേർണിയാണോ അതോ ജീവിതം? കരിയർ ജേർണിയാണ്. journey-ആണ്. യെസ്. മ്യൂസിക്കൽ ജേണി. ഒരു കാറൊക്കെ ഉണ്ടല്ലോ, ലോട്ടറി അടിച്ചോ സോണി? ഐ തിങ്ക് എന്താ പറയാ താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ്. നല്ല ഗിഫ്റ്റ് ആണ് എന്തായാലും. ഒരു കൊളാഷ് ഓഫ് മെമ്മറീസ്. Yes, sweet memories ആയിരുന്നു. മെമ്മറീസ്. താങ്ക് യു സോ മച്ച്. ഇതേപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ മോൾക്ക് ഇനിയും കിട്ടട്ടെ. കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. All the best. And thank you for coming. അപ്പോൾ രേഷ്മ കൊല്ലത്തൊക്കെ നല്ല ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കണം കേട്ടോ ഞങ്ങളുടെ പിന്നെന്താ ഗസ്റ്റിനെ. എല്ലാം വിളിക്കണം. സോണികനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോണികയുടെ ഒപ്പം ഞാനും വരും. അതെ അതൊക്കെ കൊളാക്കാൻ. സമാധാനം. അപ്പൊ 2 നിമിഷം കിട്ടി. ഓക്കെ. എനിക്ക് ഈ ഗിഫ്റ്റ് തന്ന രേഷ്മ ചേച്ചിക്ക് വളരെ വലിയ താങ്ക്സ്. പിന്നെ എൻ്റെ കൂടെ കളിച്ച എല്ലാ ഡാൻസേഴ്സിനും ഒരു വലിയ താങ്ക്സ്. ആ പിന്നെ എനിക്ക് ഈ ഡാൻസ് പഠിപ്പിച്ചു തന്നത് എൻ്റെ ചേച്ചിയാണ്. ഓഹോ. ആഹാ, ചേച്ചിക്ക് താങ്ക്സ്. അങ്ങനെ ഡാൻസറും ഉണ്ട് നമ്മുടെ ഇടയിൽ. ചേച്ചി വരൂ. പേരെന്താണ്? രേഷ്മ. രേഷ്മ. അപ്പൊ വേറൊരു രേഷ്മയും കൂടി ഉണ്ട് അവിടെ. ഇവര് മൊത്തം രേഷ്മ ആണ് ഇപ്പൊ ഇവിടെ ഫുൾ സപ്പോർട്ട് അല്ലേ. അപ്പൊ രേഷ്മ ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഒരു സ്റ്റെപ്പ് അല്ലേ ഞങ്ങക്ക് വേണ്ടി ഈ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്പിൽ ഏതെങ്കിലും ഒരു 2 അത് ഏറ്റവും നല്ല സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് ആ വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ പോയത്. വെള്ളച്ചാട്ടം. അപ്പൊ പുഴയിലൊക്കെ പോവാറുണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതൊരു 2 സ്റ്റെപ്പ് കാണണല്ലോ നമുക്ക്. ഇപ്പൊ രണ്ടുപേരും കൂടെ ചെയ്യട്ടെ. ആ ഓക്കെ. ഇയാള് ഡാൻസറാണ്. അയാൾക്ക് പക്ഷെ അറിയോ ഈ സ്റ്റെപ്പ്? പിന്നെ അതൊക്കെ അറിയും. പിന്നെ കളിക്കട്ടെ. പിന്നെ രണ്ടുപേരും മ്യൂസിക്. അല്ല അപ്പൊ ഒരു മിനിറ്റ്, ഇത് ഭയങ്കര തയ്യാറെടുപ്പോടിയിട്ടാണ് നിങ്ങൾ വന്ന് പെട്ടെന്ന് വന്നൊരു ഭയങ്കര ഡാൻസ് റിഹേഴ്സൽ കഴിഞ്ഞ് ചെരുപ്പ് ഹൈലൈറ്റ് ഹോട്ടലൊക്കെ മാറ്റി. അപ്പൊ ഈ രണ്ടുപേരും നിങ്ങൾ ഇവരെ പോസ്റ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. നിങ്ങളും കൂടെ ജോയിൻ ചെയ്തോ? ഞങ്ങളോ? ആ ഇതിലോ? അല്ല ഇത് ഇവർ ഓൾറെഡി പഠിച്ചതാണ്. അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് ഒന്നല്ല കഴിക്കണം. വളരെ ഞങ്ങൾ ജോയിൻ ചെയ്യാം. നോ പ്രോബ്ലം. ഷൂട്ടിൽ നീ ചെയ്തു ഞങ്ങൾ എല്ലാവരും കൈവട്ടിയോ? പ്രോത്സാഹനം. കാര്യമൊക്കെ എടുത്ത് കളിച്ചാൽ സെറ്റപ്പ് ആയിരിക്കും. റെഡി. ആ രാജു നീ കലക്കി കളഞ്ഞടാ, കലക്കി അത് പാവം രജുവിന് അവസാനത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് അത് പെണ്ണുങ്ങളുടെ സ്റ്റെപ്പാണ്. കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതെ, manly step എടുക്കായിരുന്നു. സ്റ്റെപ്പ് അവനത് ആണിന്റെ രീതിയിൽ ചെയ്യും. അവൻ എന്തും ചെയ്യും. പക്ഷെ ഞാൻ ഇതുള്ളത് കൊണ്ട് അതിനൊന്ന് ഇതാക്കി. Safeguard ചെയ്തു, അതിനകത്ത് കയ്യിൽ നിന്ന് പോയാലോ. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് രേഷ്മ. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും ഇനിയും വരണം ഈ സ്റ്റേജിലേക്ക്. മോളും ഓക്കെ. Okay, please come and please keep supporting her. Yes. Thank you, Sonika. And all the best, Sonika. It was nice. ചരണങ്ങൾ രണ്ടും വളരെ ഭംഗിയായിരുന്നു. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ശ്രീലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറീസ് ഓഫ് സോങ് ആണത്. ആനന്ദനം ദം ദദായ ആനന്ദനം ദം ദദായ ആനന്ദനം ദം ദന ആനന്ദം ദനം ദ ആനന്ദനം ദദ ഗ ഗ ആനന്ദനം ദനം ദദ. Welcome back to Superstar Junior. Semi-final stage-ൽ അടുത്ത contestant ശ്രീലക്ഷ്മി. Sri Lakshmi. ശ്രീലക്ഷ്മി കുട്ടി, ചേച്ചി, ആരാണ് ഈ pretty girl? ഞാൻ ഞാനാണോ? ശരിക്കും ഞാനാണെന്ന് മനസ്സിലായി. നല്ലൊരു കൗണ്ടർ ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. തനിക്ക് ഇഷ്ടപ്പെടുമല്ലോ. അതെ. അപ്പൊ നമുക്ക് വേഗം റൗണ്ടിലേക്ക് കിടക്കാം. കിടക്കാം. അപ്പൊ ഏത് റൗണ്ടാന്ന് പറഞ്ഞോളൂ. ഫ്രഷ് ഹിറ്റ്സ്. ഫ്രഷ് ഹിറ്റ്സ്. ഓക്കെ, അപ്പൊ ഏത് സോങ് ആണ്? ഓക്കെ കൺമണി എന്ന ഫിലിമിലെ മലർകൾ കേട്ടെ. ഓക്കേ. A.R. റഹ്മാൻ ചിത്ര ചേച്ചി കോമ്പിനേഷൻ അഗൈൻ. ഈ മൂവിൽ തന്നെ വേറൊരു സോങ് പാടിയിട്ടില്ലേ? മനമന മെൻട്രൽ മനത്. അപ്പൊ ഈ സിനിമയിൽ എല്ലാ പാട്ടിലും കഴിഞ്ഞു തുടങ്ങി.
ഓക്കെ, അപ്പൊ എന്തായാലും വെരി വെരി എന്താ പറയാ ഫ്രഷ്, Recent. അതെ റീസെന്റ് ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു സോങ് ആണ്, ഹിറ്റ് ആയിട്ടൊരു സോങ് ആണ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. മലർകൾ കേട്ടേൻ വനമേ തന്തനെ, തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ. മലർകൾ കേട്ടേൻ വനമേ തന്തനെ, തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ. எதை நான் கேட்பின் எதை நான் கேட்பின் உனையே தருவாய். எதை நான் கேட்பின் உனையே தருவாய். மலர்கள் கேட்டேன் வனமே தந்தனே, தண்ணீர் கேட்டேன் அமிர்தம் தந்தனே. மலர்கள் கேட்டேன், மலர்கள் கேட்டேன், மலர்கள் கேட்டேன், மலர்கள் கேட்டேன். எதை நான் கேட்பின் உனையே தருவாய். கமரி மகரி சனிரி ச பமக மத மகரி சனிரி ச கம சானி சதனி மத கமரி க ச நிசத நிச நிச மாகக நிச பம மக சானி ச கமக ரினி த மம க கமக கமரி க நிரி நிகரி மகரி ச பமத மனி தனி மத கமரி க ச. மலர்கள் கேட்டேன் வனமே தந்தனே, தண்ணீர் கேட்டேன் அமிர்தம் தந்தனே.
ഇറ്റ് വാസ് നൈസ്. ചരണങ്ങൾ രണ്ടും വളരെ ഭംഗിയായിരുന്നു. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ശ്രീലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറീസ് ഓഫ് സോങ് ആണത്. ത്രയംബകം വെല്ലൊടിയും മംഗളദുന്ദുവീനാഥവുമായി നിധിലാപുരിയിലെ മൺകിടാവിന്. അപ്പോൾ നല്ല ബേസ്, നല്ല സുഖം കേൾക്കാൻ. താഴെ നല്ല നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ലൊരു വോയിസ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര. എനിക്ക് നിന്നെ അപ്രീഷിയേറ്റ്, നീ ആ ഒരു അത്ര റിസ്ക് എടുത്തിട്ട് വന്നു ആ പാട്ട് പാടാൻ വേണ്ടി. ആനന്ദനം ദം ദദായ ആനന്ദനം ദം ദദായ ആനന്ദനം ദം ദന ആനന്ദം ദനം ദ. റിയലി വെൽ. വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. ഇനി എന്താ കൂടുതൽ പറയാ, എനിക്കൊന്നും പറയാനില്ല. ഇനിയൊന്നും പറയണ്ട, വളരെ നന്നായിരുന്നു. ജഡ്ജസിനോട് ചോദിക്കാം. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. യെസ്, വിജയ് ചേട്ടാ. ശ്രീലക്ഷ്മി, ഇപ്പൊ എന്ത് തോന്നണു? തോന്നുന്നു കുഴപ്പമില്ലാന്നേ തോന്നുള്ളൂ. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. എത്തിനോട് ആൻഡ് ഒരു ഈ കേട്ടാൽ വളരെ സിമ്പിൾ, ഐ മീൻ അതർ ദൻ ദ സ്വരങ്ങളും ആലാപനവും ഒക്കെ വെച്ച് നോക്കുമ്പം ട്യൂൺ വൈസ് ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ ഇറ്റ്സ് നോട്ട്. ചിത്ര ചേച്ചി പാടിയിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെയും ശ്രീലക്ഷ്മിയുടെ വോയിസ്, എസ്പെഷ്യലി പല്ലവി, ഫസ്റ്റ് പല്ലവി അങ്ങോട്ട് എത്തിയില്ല അങ്ങോട്ട്. പിന്നെ പതുക്കെ ചരണം വന്നപ്പോഴത്തേക്കും യു വാംഡ് അപ്പ്. ആ സ്വരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെയും ബോൾഡായി. ഓപ്പണിങ്ങിൽ തന്നെ യു ഷുഡ് കം എ ലിറ്റിൽ മോർ, കുറച്ചുകൂടെയും ബോൾഡായിട്ട്. ഓവറോൾ ഐ തിങ്ക് ഈ സോങ് അതങ്ങനെ ഒത്രയും ഒതുക്കി പാടേണ്ട കാര്യമില്ല. ഈവൻ ഓപ്പണിങ് തന്നെ ആ വോയിസിൻ്റെ ഒരു ത്രോയിലാണ്. വേറെ ഒന്നും ഇല്ലല്ലോ, മ്യൂസിക് ഒന്നും ഇല്ലല്ലോ, വളരെ കുറച്ച് മ്യൂസിക്കല്ലേ ഉള്ളൂ, കുറച്ച് ബാക്കിംഗ് അല്ലേ ഉള്ളൂ. സോ വോയിസ് ആണ് മെയിൻ. അപ്പോൾ അത് കൂടുതൽ ഒതുക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇറ്റ്സ് എ ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് സോങ്, ഒരു സെമി ക്ലാസിക്കൽ സോങ്. സോ കൂടുതൽ ഒതുക്കരുത്. ഓക്കെ, അതാണ് ഇവൻച്വലി കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റിൽ ആ പഠിക്കുന്നത് അത് കുറച്ച് സ്ഥലത്ത് സ്ലിപ്പായി. പിന്നെ അത് പഠിക്കാൻ അത് അത്രയും ഫാസ്റ്റ് അല്ലല്ലോ. അങ്ങനെയല്ലേ? ഐ തിങ്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കിപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു സോങ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി അതിൽ. എനിവേ, ബട്ട് അതർവൈസ് റിയലി റിയലി ഗുഡ് അറ്റംപ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. മോളെ നല്ലോണം പാടി. ഈ പാട്ടും ശ്രീലക്ഷ്മിക്ക് ഇനിയും നല്ലോണം പാടാം. എന്താണ് പറയണേ, ഈ പാട്ടിൽ ആക്ച്വലി വോയിസും ഗജ്ജറയും മാത്രമാണ് ഫുൾ നിൽക്കുന്നത്. കേൾക്കണം നമ്മൾ മെയിനായിട്ട്, അല്ലേ? ബാക്കി എല്ലാവരും വളരെ സട്ടിലായിട്ട് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആരും കൂടെ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പല്ലവി അത്ര ശരിയായില്ല എനിക്ക്. പക്ഷേ ചരണങ്ങൾ വലിയ ഇഷ്ടമായി, വളരെ നല്ലതായിരുന്നു ചരണം. പിന്നെ അവസാനത്തെ പല്ലവിയും കുറച്ച് സംഗതികളുടെ ക്ലാരിറ്റി മാത്രമേ ഉള്ളൂ. മോള് പ്രാക്ടീസ് ചെയ്തപ്പോൾ ശ്രീലക്ഷ്മി ഇതിനു മുമ്പേ വേറൊരു പാട്ടിനും പ്രാക്ടീസ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിരുന്നു. സ്റ്റേജിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ആ ഒരു ടേക്ക് എന്ന് പറയുമ്പോഴത്തെ ഒരു വെപ്രാളാണ്, അതെല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷനിലാവുമ്പോൾ അതും കൂടെ ശരിയാവണം. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇറ്റ് വാസ് നൈസ്. ചരണങ്ങൾ രണ്ടും വളരെ ഭംഗിയായിരുന്നു. താങ്ക് യു. സ്റ്റീഫൻ ചേട്ടാ. ശ്രീലക്ഷ്മി ചേട്ടാ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ആ പാട്ട് അത്രയും ഒരു ഡിവൈൻ ഒരു ഫീലുള്ളൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ശ്രീലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറീസ് ഓഫ് സോങ് ആണത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ടെക്നിക്കലി അവിടെ കുറച്ച്
അത് സാരമില്ല, ശ്രീലക്ഷ്മിക്ക് നല്ല കഴിവുണ്ട്, അതിൽ ശ്രീലക്ഷ്മി അത് എടുത്തോളും. ഇപ്പോൾ ഒരു ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് തിരിച്ചു പാടാൻ പറ്റുന്നില്ലേ, അത് തന്നെ വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. ഇനി ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് അങ്ങനെയുള്ള പാട്ടുകൾ എടുത്താൽ മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ചക്കരെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. അപ്പോൾ നമുക്ക് വേഗം മാർക്സ് മാർക്കിലേക്ക് അറിയാം. വരാം. ഓക്കെ, സോ യെസ് വിജയ് വിജയ് ചേട്ടാ. ചേട്ടാ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. സുജാത ചേച്ചി. ഓക്കെ, റെഡിയാണ്. റെഡി. ഈ മാർക്ക് ഞാൻ കണ്ടു. കണ്ടോ കണ്ടോ? എന്നാ ഞാനും അയ്യോ ചേച്ചി, സീക്രട്ട് ആയില്ല. ഓക്കെ, അപ്പൊ മാർക്ക് അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലല്ലോ, അവരെല്ലാം അറിഞ്ഞുള്ളൂ മുഴുവൻ. ആ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സമയമുണ്ട്. ഇനി എത്ര പെർഫോമൻസ് ബാക്കിയുണ്ട്? ഒന്നുള്ളൂ. അപ്പൊ അതും കൂടി കഴിഞ്ഞ് പെട്ടെന്ന് അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പെർഫോമൻസിന് ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് അമൽ റോയ്. അമൽ റോയ്. അമൽ രജത് ആരമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആരമുണ്ടാണ്. അപ്പൊ ഇത് ചോദിച്ചോക്കാം, ഇതാരുടെയാ എൻ്റെ മുണ്ടാരുടെയാ എൻ്റെ ചെരുപ്പാരുടെയാ? എൻ്റെ ശ്ശേ, ഭയങ്കര എന്താ പറയാ, അറ്റയറിലാണ് പ്രശ്നം. കേരള അറ്റയറിലാണ്. ഓക്കെ, അപ്പൊ ഏതാണ് റൗണ്ട്, ഏതാണ് പാട്ട് ഒക്കെ പറഞ്ഞോളൂ. സെമി ക്ലാസിക്കൽ റൗണ്ടില് രവീന്ദ്ര മാഷും മ്യൂസിക് ചെയ്ത കമലദളം എന്ന് പറയുന്ന ഫിലിമിലെ സുമുഹൂർത്തമായ എന്ന് പറയുന്ന പാട്ട്. ചക്കര, കഴിഞ്ഞ എപ്പിസോഡിനെക്കാളും ഇന്ന് നിന്റെ സൗണ്ട് പിന്നെയും മാറി, ഇത്തിരി ബേസായി. അത് പാട്ടിനനുസരിച്ചൊന്ന് ബേസ് ആക്കിയതാണ്. ആ പാട്ടിന്റെ ഫീലിനനുസരിച്ച് ബേസ് ആക്കണേ. അടുത്ത മാസം ഞാൻ വരുമ്പോ ഹലോ എന്നൊക്കെ പറയാൻ പോണത്. പക്ഷെ എനിക്കോണ്ട് ഏറ്റവും അമൽ ആദ്യമായിട്ടാണോ ഇത്തിരി സെമി ക്ലാസിക്കൽ ആദ്യമായിട്ടാണോ? അപ്പൊ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ So, സൂപ്പർ Superstar സ്റ്റാർ Junior ജൂനിയർ ഒരു കുട്ടി ബ്രേക്ക്. ത്രയംബകം വെല്ലൊടിയും മംഗളദുന്ദുവി നാഥവുമായി നിധിലാപുരിയിലെ മൺകിടാവിൻ. അപ്പോൾ നല്ല ബേസ്, നല്ല സുഖം കേൾക്കാൻ. താഴെ നല്ല നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ലൊരു വോയിസ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നിന്നെ അപ്രീഷിയേറ്റ്, നീ ആ ഒരു അത്ര റിസ്ക് എടുത്തിട്ട് വന്നു ആ പാട്ട് പാടാൻ വേണ്ടി. ആനന്ദനം ദംദദായ ആനന്ദനം ദംദദായ ആനന്ദനം ദംദന ആനന്ദനം ദ ആനന്ദനം ദ ആനന്ദനം ദ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. So, സെമി ക്ലാസിക്കൽ റൗണ്ട്. സുമുഹൂർത്തമായ എന്ന പാട്ടുമായി അമൽ റോയ്. സുമുഹൂർത്തമാ സ്വസ്തി 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 സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമിൻ രാമസാമ്രാജ്യമേ ദേവകളേ മാമുനിമാരേ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി.
ചെമ്പകം വെല്ലൊടിയും മംഗളദുന്ദുവി നാഥവുമായി നിധിലാപുരിയിലെ മൺകിടാവിൻ രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിന് മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിന് മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിലങ്ങിന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര. എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും ആ സങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. പിടയ്ക്കുന്നു പ്രാണൻ പിതുമ്പുന്നു ശോകാന്ധ്ര രാമായണം നിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാഭാഷങ്ങൾ അധർമ്മം നടങ്ങുന്നു മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ സർവം സഹയാം അമ്മേ രത്നഗർഭയാം അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു പുണർന്നെടുക്കൂ. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആനന്ദനം ദൊന്തദഗ ആനന്ദനം ദദഗ ആനന്ദനം ദൊന്തന ആനന്ദം ദന
അമൽ ആ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. നല്ല എന്തായാലും നല്ല ഉഗ്രം വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതിന്റെ ഡ്രസ്സും പാട്ടും ഇവിടുത്തെ ഡാൻസേഴ്സും എല്ലാം കൂടി നമുക്ക് ആ ഒരു ഭയങ്കര എന്താണ് ഡള്ളായേ? ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ചോദിക്കാം. അവന്റെ ഗ്യാസ് പോയി. വിജയിച്ചേട്ടാ എന്തായി? എനിക്കൊന്നും അറിയേണ്ടത് ആ ക്യാമറയ്ക്ക് പാടിക്കഴിഞ്ഞുള്ള നിപ്പ് കിട്ടിയോന്നാണ്. അതായിരുന്നു ഏറ്റവും രസം. അതെ വിജയിച്ചേട്ടാ എല്ലാം അവിടെ വരെ പോയി കഴിഞ്ഞിട്ട് അവന് അമൽ എന്താണ്? ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ എന്നാ ശരി, ഓക്കെ, താങ്ക് യു. ഇല്ല ഒന്നുമില്ല. എന്താണ് ഈ സോങ് സെലക്ട് ചെയ്യാൻ കാരണം? നല്ലൊരു പാട്ടല്ലേ? പാട്ട് നല്ലതാണ്. പാട്ട് ഭീകരമാണ്. പാട്ട് ഭീകര പാട്ടാണ്, സംശയമില്ല കാര്യത്തിൽ. രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ അപ്പ പാടി, കൈതപ്പുറം സാറിന്റെ വരികൾ, ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച് അല്ലേ? എന്തോ ഒരു വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ അങ്ങനെ. അതെ അതെ. നമുക്കിപ്പം നിന്റെ ഇപ്പം വോയിസ് ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ ആയിട്ടുള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു സോങ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? അതില്ല. ഇല്ല. പാട്ടെടുത്ത് കുറച്ച് പഠിച്ച് എല്ലാം പാടിക്കഴിഞ്ഞിട്ടാണ് സൗണ്ട് ഇങ്ങനെ ചെയ്തത്. അത് ശരി. ഈ പാട്ടെടുത്ത് പഠിച്ചാണ് സൗണ്ട് ഇങ്ങനെ ആയത്? അല്ല, പാട്ടെടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് സൗണ്ട് ഇങ്ങനെ ചെയ്തത്. ഈ പാട്ടെടുത്ത് പഠിച്ചാണ് സൗണ്ട് ഇങ്ങനെ ആയത്? അല്ലല്ല, അവൻ പാട്ട് പഠിച്ച് ഈ പാട്ടും പഠിച്ചു, എല്ലാ പാട്ടൊക്കെ പഠിച്ചു, പക്ഷെ സൗണ്ട് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതാണ്. അത് ശരിയാണ്, അതൊരു നല്ലൊരു പോയിന്റാണ്. എന്തായാലും പക്ഷെ എന്നാലും ആ ഒരു ധൈര്യത്തോടെ തന്നെ വന്ന് പാടി തീർത്തു. നന്നായിരുന്നു. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നല്ലൊരു അറ്റംപ്റ്റ്. ഇനിയും കുറച്ചുകൂടെയും ആ ഒരു പോർഷൻസൊക്കെ കുറച്ചുകൂടെയും ക്ലാരിറ്റി വേണം അതിൽ. പിന്നെ ലാസ്റ്റ് വരുന്ന താനം അല്ലേ, അതിലും അതൊന്ന് പാടിക്കാൻ. അത് എന്താ പറയാ, അത് ഒരു വാക്കല്ല അത്. ഓക്കെ, നീ അത്രയായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഇതല്ല. അത് കുറച്ചുകൂടെ ഇത് പഠിക്കുമ്പോൾ നിനക്ക് ആസ് യു ഗ്രോ യു വിൽ ലേൺ ഇറ്റ്. പക്ഷേ ഞാനും കൊച്ചിലേക്ക് ആകാകാകാക എന്നൊക്കെ പാടുമായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണത്. നീ അത് പാട്ട് അത്രയും കുറച്ചുകൂടെയും ശ്രദ്ധിച്ച് പഠിക്കണം. എന്ന് വെച്ചാൽ ഈ പാട്ട് ഞാൻ തന്നെ സ്റ്റേജിൽ ഞാൻ പാടാറില്ല. എന്ന് വെച്ചാൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടൊരു സോങ് തന്നെയാണ്. അതേ സമയത്ത് കുറേ വേരിയേഷൻസ് ഉള്ളതാണ്. പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ ഇങ്ങനത്തെ ഒരു സോങ് എടുക്കുമ്പോഴത്തേക്കും. ഓക്കെ, അങ്ങനെ ഓൾ ദി ബെസ്റ്റ്. മോനെ, ഈ സെമി ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ മോൻ എടുത്ത പാട്ട് ആക്ച്വലി മോൻ്റെ ഇപ്പം ഈ ഹെവി ക്ലാസിക്കൽ സോങ്സ് അല്ല മോൻ്റെ ഫോർട്ടെ. മോൻ്റെ ലൈറ്റ് നല്ല സോൾഫുൾ സോങ്സ് ആണ് മോൻ്റേത്. ഇനിയും പഠിച്ച് മോൻ സെമി ക്ലാസിക്കലൊക്കെ പാടും. ഇപ്പോൾ റൈറ്റ് നോ മോൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് സാധകം ഉള്ള തൊണ്ട അങ്ങനത്തെ പാട്ടുകൾ അല്ല. പക്ഷേ ഇങ്ങനെ ഒരു റൗണ്ട് വരുമ്പോൾ മോൻ എന്ത് ചൂസ് ചെയ്യും? അതിന് കറക്റ്റ് സോങ് ചൂസ് ചെയ്തേ. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം സംഗതികളൊന്നും അധികമില്ല. കുറേ എല്ലാ സ്റ്റാൻസിലും ഫീൽ ഫാക്ടറാണ് ഇതിൽ കൂടുതൽ. നമ്മൾ ഒരു സീതയുടെ ഇതും കഥ പറയല്ലേ. അപ്പോൾ ആ ഒരു ദുഃഖം, ആ ശോകം അതൊക്കെ ഉള്ളതുകൊണ്ട് അത് കറക്റ്റാണ് ചൂസ് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനത്തെ ഗഗ പറഞ്ഞാൽ അത് ദാസേട്ടൻ്റെ അവരുടെ ഒരു കർണാട്ടിക് നല്ലോണം പഠിച്ചവർ പ്രൊഫഷണൽ ആൾക്കാർ പാടുമ്പോൾ അത് വരണതാണ്. അതല്ലാതെ ഗഗന്ന് അങ്ങനെ ഒരു ഗകാരമില്ല അതിൽ. വിജുചേട്ടൻ പറഞ്ഞ പോലെയാണ് ശരിക്കും അത്. അത് നിങ്ങൾക്ക് മോനെ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ. അതൊരു അകന അങ്ങനെയാണ് മോൻ പാടിയത്. പിന്നെ കോസൽ ആദ്യത്തെ ത്രയംബകം വില്ലൊഴിഞ്ഞു അതിൻ്റെ ആ സംഗതി, അതിൽ 2-3 സംഗതി ഉള്ള സ്ഥലത്തൊക്കെ മോൻ്റെ കുറച്ച് മോന് പ്രയാസമായിരുന്നു. അപ്പോൾ മോൻ്റെ വീക്ക്നെസ് അവിടെയൊക്കെയാണ്. മോൻ ഇപ്പോൾ ഈ വയസ്സിൽ മോൻ്റെ വീക്ക്നെസ് അതൊക്കെയാണ്. അതിനി മോൻ പഠിച്ച് വോയിസൊക്കെ മാറി പഠിച്ചു വരുമ്പോൾ അത് നന്നാവും. അപ്പോൾ ഇനിയൊരു ഹെവി സോങ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ സോങ്ങിൻ്റെ ആ പോർഷൻസൊക്കെ എക്സ്പ്രഷൻസ് വരുന്ന പോർഷൻസൊക്കെ നന്നായി. പക്ഷെ എനിക്കൊരു കാര്യം അമലിൻ്റെ അടുത്ത് പറയാനുള്ള, അമലിൻ്റെ വോയിസ് ആദ്യം വരുമ്പോൾ ആ ബേസ്, ഇപ്പോൾ നല്ല ബേസ് നല്ല സുഖം കേൾക്കാൻ, താഴെ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വോയിസ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു.
നല്ല രസമുണ്ട് ഇപ്പോൾ കേൾക്കാൻ. മറ്റേതിപ്പോൾ ആ സമയത്ത് കാറ്റായിരുന്നു അവിടെയൊക്കെ, ഇപ്പോൾ ആ കാറ്റ് മാറി സ്റ്റഡി ആയി തുടങ്ങി താഴെ. അതൊരു പ്ലസ് പോയിന്റ് പറയാം. പക്ഷേ ഇനിയും പാടാം. അമലിന് ദിസ് ഇസ് നോട്ട് യുവർ ഏരിയ. ഈ സെമി ക്ലാസിക്കൽ ഇപ്പോൾ മോൻ്റെ ഏരിയ അല്ല. ബട്ട് സോങ് ചോയ്സ് വാസ് ഗുഡ്. അതൊരു ബുദ്ധിപരമായി എടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു താങ്ക് യു ചേച്ചി. സ്റ്റീവൻ ചേട്ടാ. സ്റ്റീവൻ ചേട്ടാ അവസാനത്തെ എൻ്റെ ഇങ്ങനത്തെ ഒരു നിപ്പും ഇതും കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ മുണ്ട് ഇപ്പോൾ ഊരി പോകുന്നു. ആന്ന് പാടുമ്പോഴേ എപ്പോഴേതായാലും നമ്മൾ വയറ്റിൽ നിന്ന് ശ്വാസം മുഴുവൻ പുറത്തേക്ക് പോവല്ലേ, വയറ് കാലിയാവും. എന്തായാലും എനിക്ക് ഒന്ന് ചേച്ചി പറഞ്ഞ മാതിരി പാട്ട് വൺ ഈസി സോങ്ങും അല്ല, എന്നാലും ഭയങ്കര ടഫ് സോങ്ങും അല്ല. പക്ഷെ അവസാനത്തൊക്കെ കെട്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ ഒരു ജോൺറ അല്ല അത്. പക്ഷെ എനിക്ക് നിന്നെ അപ്രീഷിയേറ്റ് നീ ആ ഒരു അത്ര റിസ്ക് എടുത്തിട്ട് വന്നു ആ പാട്ട് പാടാൻ വേണ്ടി. ദാറ്റ് ഇസ് എ നൈസ് വൺ കേട്ടോ. നിനക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ട്. അപ്പോൾ തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് സിംഗിങ് നീ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം നീ ഒരു ഫീൽ മന്നന, നിനക്ക് നല്ല ഫീൽ ഉള്ള സോങ്സൊക്കെ നന്നായി പാടാനുള്ള ഡൈനാമിക്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ നിനക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് നിൻ്റെ ജോൺറ അല്ല, പക്ഷെ ആയി വരാം. നിനക്കിപ്പോൾ ഈ ട്രൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മത്സരത്തിന് ഇങ്ങനത്തെ നീ എടുത്ത് ആ ധൈര്യപൂർവ്വം വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് സംതിങ് ഇൻ യു. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം കേട്ടോ. അത് കൂടെ ഈ ടൈപ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് കർണാട്ടിക്കിൻ്റെ ഒരു ബേസുള്ള സോങ്ങാണ്. അപ്പോൾ അത് കൂടുതൽ പഠിച്ചിട്ട് ഇങ്ങനത്തുള്ള പാട്ടുകൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. സോ അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ റിസ്ക് എടുത്ത് വന്നതിന് ഞാനൊന്നൊരു ചെറിയ അപ്രീഷിയേറ്റ് തരാം. പക്ഷേ ക്ലിയർ ചെയ്യേണ്ട പഠിക്കേണ്ട കുറേ ഘടകങ്ങളും കുറേ ഉണ്ട്. അതൊക്കെ നീ പ്രാക്ടീസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഈ പാട്ടാരെ സെലക്ട് ചെയ്തതെന്ന്? അമ്മേച്ചനും കൂടിയിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ വെച്ചു സ്കൂളായിരിക്കുന്നു. കൊള്ളാം, സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. യു ക്യാൻ ഡു മോർ. താങ്ക് യു. താങ്ക് യു ചേട്ടാ. മാർക്സ് അറിയാം. ഓക്കെ, യെസ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. Seven again. 14. സുജാത ചേച്ചി. യെസ്. അപ്പോൾ സുജാത ചേച്ചി is ready with the marks. അപ്പോൾ 14 പ്ലസ് ആണ്. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത റൗണ്ട് മോർ ബെറ്റർ ആക്കാം. ഓക്കെ, കേൾക്കണം. ഓക്കെ, ഈ കമന്റ്സ് ഒക്കെ കേട്ട് ബെറ്റർ ആയിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സോണിക, ശ്രീലക്ഷ്മി, അമലിന്റെ പോരാട്ടങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ തീർന്നിരിക്കുകയാണ്. Yes, so with more exciting performances We will be coming back to you. So till then, keep watching Superstar Junior. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.